ഹല്ലേലൂയ. എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. ടുഡേയ്സ് മെസ്സേജ് ടൈറ്റിൽ വിവേചിക്കുക. 1 കൊരിന്ത്യർ 2:15 വായിക്കുന്നത്, ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു. എന്ന് ഈ കാലങ്ങളിൽ ദൈവവചനം ദുർവ്യാഖ്യാനം ചെയ്ത് സ്വയം ക്രിസ്തുവായി പ്രവാചകന്മാരായി വേഷമിട്ട് പോകുന്ന കാര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഡേവിഡ് കൊറേഷ് എന്ന് പറഞ്ഞ ഒരാൾ 87 പേരുമായി ജീവനൊടുക്കിയത് ചിലപ്പോൾ ദൈവമക്കൾക്കറിയാമായിരിക്കും. 33കാരനായ കൊറേഷ് നിരവധി ഭാര്യമാരുണ്ടായിരുന്നു, 17 മക്കളുണ്ടായിരുന്നു. താൻ ക്രിസ്തു ആണെന്ന് അവകാശപ്പെട്ടു. കൊറേഷ് സ്വന്തം ഇംഗിതങ്ങൾക്കായി ദൈവവചനത്തെ കൂട്ടിക്കളയാനുള്ള പ്രവണത അതായത് അന്നുകൊണ്ട് ഇന്നുമുണ്ട്. വ്യാജ പ്രവാചകന്മാരുടെ വർദ്ധിത ഗണവും ഈ ദൃശ്യപ്രവർത്തകർ തന്നെയാണ്. വാല് തലയാക്കുന്ന നിരവധി പ്രവാചകന്മാർ കേരളത്തിലുടനീളം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമായിരിക്കും, അതായത് 1978 മരിച്ച ഒരാളാണല്ലോ കിം ജോൺസ്. അതായത് അനേകരുടെ ജീവൻ അവർ ആത്മഹത്യ ചെയ്ത് സൗത്ത് അമേരിക്കയിൽ അദ്ദേഹം ദുർവ്യാഖ്യാനി ആയിരുന്നു. അതായത് ഒരു ഭീകര രൂപം തന്നെയായിരുന്നു. ഭൂമിയിൽ സ്വർഗം തീർക്കാൻ ബൈബിൾ ദുർവ്യാഖ്യാനം ചെയ്ത് ഒരു അബദ്ധസഞ്ചാരക്കാരനായിരുന്നു. അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്നവർ 800-ലധികം പേർ ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടം പോലെ സ്വതന്ത്ര സഭകൾ തല്ലിക്കൂട്ടാൻ ഒത്തതുപോലെ തിരുവചനം വ്യാഖ്യാനിക്കുന്നു. ഇതൊരു പതിവ് പ്രക്രിയയായി തീർന്നിരിക്കുകയാണ്. വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടാണെന്ന് പറയുന്ന പോലെ ബൈബിളിലെ ചില വാക്യങ്ങൾ പഠിച്ചു കഴിഞ്ഞ് പിന്നെ ഞാനാണ് തിയോളജി, ഞാനാണ് മിസ്റ്റർ ബൈബിൾ, എനിക്കാണ് അപ്രമാദിത്യം എന്നൊക്കെ ഉള്ള നിലപാട് എടുക്കുന്നു. ഇവരൊക്കെ ചെറിയ ചെറിയ കൊറേഷുമാരാണ്, കിങ് ജോൺസുമാരാണ്. നമ്മൾ അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അതെ, സ്തോത്രം. ഇന്ന് യഥാർത്ഥ പ്രവചനം മനസ്സിലാക്കുവാൻ ഇപ്പോൾ വായിച്ചതുപോലെ ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു. സ്തോത്രം. അതെ, സ്തോത്രം. ജിം ജോൺസും കൊറേഷുമാരും ഒക്കെ പിടിക്കപ്പെട്ടവർ മാത്രമാണ്. പിടിക്കപ്പെടാതെ മനസ്സാക്ഷിയെ വഞ്ചിച്ച് ഇഷ്ടം പോലെ ബൈബിൾ വ്യാഖ്യാനിച്ച് സ്വന്തം കോട്ടക്കൊത്തളങ്ങൾക്ക് സ്വൈരവിഹാരം നടത്തുന്ന കൊച്ചു കൊച്ചു കൊറേഷന്മാർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ദൈവമക്കൾ ദൈവവചനം വ്യാഖ്യാനിക്കാൻ നാം ഉത്സാഹിക്കുക. താങ്ക് യു.